ഉടമ്പടി ചെയ്യുമ്പോൾ മോസസിനോട് പറഞ്ഞിട്ടുള്ള, അതായത് ഉടമ്പടിയിൽ ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളെല്ലാം ടൈം ആൻഡ് സ്പേസിനെ അതിജീവിക്കുന്നതാണ്. പറഞ്ഞ മനസ്സിലായല്ലോ? അത് ഒരു പ്രത്യേക കാലഘട്ടത്തേക്ക് വേണ്ടിയുള്ളതല്ല. ഉടമ്പടി ദൈവം തന്ന വാഗ്ദാന വചനങ്ങളില്ലേ, അത് ഒരു കാലഘട്ടത്തേക്ക് വേണ്ടിയുള്ളതല്ല. എന്താ കാര്യങ്ങളത്? എന്താ അങ്ങനെ പറയാൻ കാര്യം? അത് ലുക്ക 21:34. എന്താണ്? ആകാശം കടന്നു പോകും, ഭൂമിയും മാറിപ്പോവും, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റമില്ല. അപ്പോൾ മാറ്റമില്ല എന്ന് പറയുമ്പോൾ അത് വർത്തമാനകാലത്തിലല്ല, അത് ഭൂതകാലത്തിലല്ല എന്നാണ്. ഇപ്പം ജോഷുവയോട് എന്താ ദൈവം പറഞ്ഞത്? ശക്തനും, ഉടമ്പടി കഴിഞ്ഞപ്പോൾ ജോഷുവയോട് എന്താ ദൈവം പറഞ്ഞത്? ശക്തനും ധീരനുമായിരിക്കുക. പറഞ്ഞേ, ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിന്നോട് കൂടെ വരും, ഞാൻ നിന്നോട് കൂടെ വരും. അതാണ് ജോഷുവ 1:9. ജോഷുവ 1:9 എന്താ പറയണത്? ശക്തനും ധീരനുമായിരിക്കുക. പറഞ്ഞേ, ശക്തനും ധീരനുമായിരിക്കുക, ശക്തനും ധീരനുമായിരിക്കുക, ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിന്നോട് കൂടെ വരും, ഞാൻ നിന്നോട് കൂടെ വരും. ഇത് ഓഫറിങ്ങിൻ്റെ ഭാഗമാണ്, ഇത് പ്രോമിസിലുള്ളതാണ്. ഒരു വ്യക്തി ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന പാക്കേജിൽ ഒരാളാണ് ദൈവം തന്നെ. എന്താണ്? ഞാൻ നിൻ്റെ കൂടെ വരും. ഞാൻ നിൻ്റെ കൂടെ വന്നിട്ട് എന്ത് ചെയ്യണതാണ്? ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കും. എപ്പോഴും മുമ്പേ നടക്കുക, അല്ലേ? അതാണ് 10:4. ജോഷുവ 1:9 യോഹന്നാൻ 10:4 കണക്ട് ചെയ്യേണ്ടത്. എന്താണ്? നിനക്ക് വഴി കാട്ടാൻ വേണ്ടിയാണ് ദൈവം നിൻ്റെ മുമ്പേ നടക്കുന്നത്. അതേസമയം തന്നെ ഈ നന്മയും കാരുണ്യം എന്ന് പറയുന്ന വെട്ടനായ്ക്കളെ ഇടയൻ്റെ അനുചരന്മാരായിട്ട് ആടുകൾക്ക് വലം വെച്ചും ഇടം വെച്ചും ഇതിനെ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കും. അത് വിശ്വാസ ജീവിതം ഒരു സംരക്ഷണമാണെങ്കിൽ ആ സംരക്ഷണം 100% ഉറപ്പ് വരുത്തുന്ന ഒരേ ഒരു പ്രാർത്ഥനാ രൂപമാണ് ഉടമ്പടി പ്രാർത്ഥന. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. ദിവ്യകാരുണ്യമേ, നീ മാത്രമേ നാഥൻ. ദിവ്യകാരുണ്യമേ, ആരാധന, 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 കുറിച്ച് ആഴമായ ഒരു ബോധ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛൻ പറയുന്നത് ഒരു സബ്ജക്റ്റാണ്, നിങ്ങൾക്ക് ബോധ്യം കിട്ടേണ്ടത് വേറൊരു സബ്ജക്റ്റാണ്. അച്ഛൻ പറയുന്ന ഒരു സബ്ജക്റ്റാണ്, പക്ഷേ നിങ്ങൾക്ക് ബോധ്യം കിട്ടേണ്ടത് വേറെ ഒരു സബ്ജക്റ്റാണ്. എന്താ കാര്യം അങ്ങനെ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ആർക്കത് ആഴമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നുവോ അവന് മാത്രമാണ് അത് അനുഭവേദ്യമാകണത്. ഇവിടെയാണ് ഇതിൻ്റെ ഡൈക്കോട്ടമി വർക്ക് ചെയ്യണത്. വചനം സത്യമായതുകൊണ്ട് നിങ്ങൾക്കത് അനുഭവവേദ്യമാകണമെന്ന് നിർബന്ധമില്ല. വചനം സത്യമായത് നിങ്ങൾക്ക് അനുഭവവേദ്യമാണെങ്കിൽ വചനം അക്സെപ്റ്റ് ചെയ്യാനുള്ള റിസെപ്റ്റിവിറ്റി നിങ്ങൾക്കുണ്ടാകണം, സ്വീകാര്യത. അവിടെയാണ് പ്രോബ്ലം വരുന്നത്. അതൊരു പ്രോബ്ലമാണ്, അത് ചികിത്സിക്കേണ്ട വിഷയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മേരി ഗ്രേസ് എന്ന് പറഞ്ഞ ഒരു മോള് സാക്ഷ്യം പറഞ്ഞു. മേരി ഗ്രേസിൻ്റെ പ്രശ്നം മേരി ഗ്രേസിന് ട്രാൻസ്ഫറാണ്, അതാണ് വിഷയം. അപ്പോൾ ട്രാൻസ്ഫർ അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാര്യം ഇപ്പം തന്നെ അവളുടെ സ്ഥിരപ്പെടുത്താത്ത കുറേ വർഷങ്ങൾ അവൾ ജോലി ചെയ്താണ്, 5 പൈസ വാങ്ങിക്കാതെ കയ്യിൽ നിന്ന് ശമ്പളം കയ്യിൽ നിന്ന് കാശുണ്ടാക്കി കടം മേടിച്ചൊക്കെ ബസ്സിൽ പോയി ജോലി എടുക്കണ, വളരെ അകലെ ആലപ്പുഴയിൽ നിന്ന് കൊച്ചി വരെ പോയി ജോലിയെടുത്ത, വർഷങ്ങളായിട്ട് ജോലിയെടുത്ത, 5 പൈസ കഴിഞ്ഞിട്ട് ശമ്പളം ഇല്ല. അങ്ങനെ ഇപ്പോഴെന്നാ ശമ്പളം ഇല്ലാത്തത് തന്നെയല്ല പ്രശ്നം, അതിന് വായ്പ വാങ്ങിച്ചൊക്കെയാണ് പോയി ബസ്സിന് പോയി ജോലി, ടീച്ചറായിട്ട് ജോലി നോക്കി വരുന്നത്. അങ്ങനെ 4 കൊല്ലമായി. ഇപ്പം എന്നാ പറ്റിയിരിക്കണത്, അവർക്ക് ട്രിവാൻഡ്രത്തേക്ക് ട്രാൻസ്ഫറായി. അപ്പോഴും ശമ്പളമില്ല, ട്രാൻസ്ഫർ മാത്രമാവും. അപ്പോഴവർ
ഇത് എന്താണ്, ജോലി കളയാനും പറ്റത്തില്ല, പക്ഷേ ജോലിക്ക് പോകാനും പറ്റത്തില്ല. ഇതാണല്ലോ നമ്മുടെ പ്രശ്നം. ജോലി കളയാനും പറ്റത്തില്ല, കളഞ്ഞാൽ പിന്നെ മേലോട്ട് നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ. ജോലിക്ക് പോകാനും പറ്റത്തില്ല. എന്താണ്, വണ്ടിക്കാശ് പോലും ഇല്ല. ട്രിവാൻഡ്രത്ത് ദിവസം പോയി വരണേ. ഒരു പൊടി കുഞ്ഞുണ്ട്, അതാണ് പ്രശ്നം. പ്രായമായ മാതാപിതാക്കന്മാരുണ്ട്, അതാണ് അവളുടെ പ്രോബ്ലം. അല്ല, മനഃപൂർവ്വം പോകാതിരിക്കുകയില്ലേ. ഒരു പൊടിക്കുഞ്ഞുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പൊടിക്കുഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ഇക്കാലങ്ങളിൽ. പിന്നെന്താ, പ്രായമായ മാതാപിതാക്കന്മാരുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ആരുണ്ട് ആശ്രയം? ആരുമില്ല ആശ്രയം, അമ്മ മാത്രം ആശ്രയം. ഞാൻ അപ്പോഴാണ് ഓർത്തത്, എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്ന് പെണ്ണാടപുണ്യാളെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. ദീർഘനിശ്വാസം പോലെ, എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ, എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്ന് വിളിച്ചാൽ ആ വിളി കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിന് പ്രാർത്ഥനാരൂപങ്ങൾക്ക് കഴിവില്ല. വിളിക്കാവുന്നേ ഉള്ളൂ. എത്ര പേര് വിളിക്കണം? അതാണ് പ്രശ്നം. എന്ത് ബേസിൽ നീ വിളിക്കണേ? നിൻ്റെ അതിൻ്റെ തൊള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? നീ ദൈവത്തെ വിളിക്കുന്നോ? ആ ദൈവം ആ വിളി കേൾക്കണമെന്നുള്ളതിൻ്റെ വാട്ട് ഈസ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്? നത്തിങ്. അവിടെയാണ് പ്രോബ്ലം വേണ്ടത്. ഒരു പ്രാർത്ഥനയെ എൻജിനീയറിങ് ചെയ്ത് നോക്കണം ഓരോ കാര്യം. അതായത് നീ ഇപ്പോൾ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ അല്ലെങ്കിൽ, പക്ഷേ ദാറ്റ്സ് ഓക്കെ. പക്ഷേ ആ പ്രാർത്ഥന വർക്കൗട്ട് ചെയ്യണമെങ്കിൽ എന്താണ് നിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ? ഇപ്പം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന ആ ഗ്രേസ് തന്നെ ഉണ്ടാകണമെങ്കിൽ ഇപ്പം നിൻ്റെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടെന്ന് പറയും. പക്ഷെ ദൈവത്തിൻ്റെ കൃപ നിന്നോട് കാണിക്കണമെന്ന് എന്താണ് നിർബന്ധം? ഇല്ലേ? Efesians 2:8 എന്താണ്? ഒരു പ്രാർത്ഥന വർക്കൗട്ട് ചെയ്യുന്ന ഗ്രൗണ്ട് എന്താണ്? നിൻ്റെ യോഗ്യതയാലല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മെറിറ്റിലില്ലാത്ത വിഷയങ്ങൾ, യോഗ്യതയില്ലാത്ത വിഷയങ്ങൾ നമുക്ക് ഗ്രേസ് വർക്കൗട്ട് ചെയ്യുമല്ലോ. പക്ഷേ ഗ്രേസിന് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ വാട്ട് ഈസ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്? നിൻ്റെ ആ ഗ്രേസ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നിനക്ക് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ? എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല, ഒന്നും വർക്കൗട്ട് ചെയ്തില്ലല്ലോ. ഇല്ലേ, ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ സ്വരത്തിൽ കേൾക്കുന്നു, എന്താ കാര്യം? ഒരു ആംപ്ലിഫയർ ഇരിപ്പുണ്ട് അവിടെ, അതുകൊണ്ടാണ്. അല്ലേ? എന്തെങ്കിലും സംഭവം നടക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പെക്കൂലിയർ കറസ്പോണ്ടിങ് ഫോർമാറ്റുകൾ ഉണ്ടാകണം. ഗ്രേസ് വർക്കൗട്ട് ചെയ്യണം. അതിന് നിൻ്റെക്ക് അനുകൂലമായി നിൻ്റെ ഗ്രേസ് വർക്കൗട്ട് ചെയ്യുന്ന സാഹചര്യം എന്താണ്? അത് നിങ്ങൾ ഉടമ്പടിയിൽ അന്വേഷിക്കണം. ഉടമ്പടി എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യണതെന്ന് നോക്കണം. എങ്ങനെയാണ് അത് ലിങ്കിൻ്റെ ആകണത്? ഇപ്പോൾ ബൈക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ആദ്യം ബാറ്ററി കൊണ്ടാണ് അത് കത്തിക്കണത്, അല്ലേ? അല്ല, പെട്രോൾ കൊണ്ടല്ലല്ലോ കത്തിക്കണ ബൈക്ക്, അല്ല, ബാറ്ററി കൊണ്ടാണ് കത്തിക്കണേ. അതുപോലെ അത് സ്റ്റാർട്ട് ചെയ്യണത്, പിന്നെയാണ് പെട്രോൾ അവസാനം ഓടണത്. ഉടമ്പടി എങ്ങനെ ലിങ്ക് ചെയ്യണത്? അതിനെങ്ങനെയാണ് നമ്മൾ കത്തിക്കണത്? അതിന് നമ്മൾ ചെയ്യണത്, ഈ ഗ്രേസ് നമുക്ക് ലഭിക്കാൻ, കൃപ നമുക്ക് ലഭിക്കാൻ കുറഞ്ഞ പക്ഷം ഒരു നിലവാരമുള്ള വിശ്വാസം കീപ്പ് ചെയ്യണം. പിടികിടിയ? ഇപ്പം മേരി ഗ്രേസ് തുമ്പോടി അവരുടെ സാക്ഷ്യം അതാണ്. അവർ അവസാന നിമിഷം വരെ അവരെ ഉടമ്പടി ചെയ്തു, അമ്മ എനിക്ക് ട്രിവാൻഡ്രത്ത് പോകാൻ പറ്റത്തില്ല, കാര്യം എൻ്റെ പ്രായമായ മാതാപിതാക്കന്മാരും എൻ്റെ കയ്യിരിക്കുന്ന ചോര കുഞ്ഞിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്ക് ട്രാൻസ്ഫർ ചേഞ്ച് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷങ്ങൾ കൊടുത്ത് കയറാൻ വേണ്ടി വേറെ ആൾക്കാർ നിൽക്കണേ. ഇവളാൾക്കാണെങ്കിൽ ലക്ഷം കൊടുക്കാനോ 1000 കൊടുക്കാനോ ഒന്നും ഇല്ല. ഇവളുടെ കയ്യിൽ മെറിറ്റില്ല. അതാണ് അതെല്ലാം മെറിറ്റ്. പണമെല്ലാം മെറിറ്റിൻ്റെ സ്ഥാനത്ത് വരുന്നതാണ്. പണം മെറിറ്റിൻ്റെ സ്ഥാനത്ത് വരുന്നതാണ്. അതില്ലല്ലോ. പിന്നെ ഗ്രേസേ വർക്ക് ചെയ്യത്തുള്ളൂ. കൃപയെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് സാധാരണ ഒരു വിഷയം, നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, വഴി കിട്ടുക, അല്ലെങ്കിൽ നിങ്ങളുടെ PR, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്ഫർ, അത് നിങ്ങളുടെ പരീക്ഷ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇതുപോലുള്ള എല്ലാവിധ ഫിസിക്കാലിറ്റിയിലെ മെയിൻ്റനൻസ് വരുന്ന ഫിസിക്കൽ ഫേവേഴ്സ് ഓഫ് കോൾഡ് ദ ബ്ലെസ്സിങ്സ്. അങ്ങനെ ദൈവാനുഗ്രഹം എന്ന് പറയണത് ഇത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് മെറിറ്റിൽ വർക്കൗട്ട് ചെയ്യും, നിങ്ങളുടെ യോഗ്യതയാലല്ലെങ്കിൽ പിന്നെ വർക്കൗട്ട് ചെയ്യണത് ഗ്രേസിലാണ്. പക്ഷേ ഗ്രേസ് എന്ന് പറയണത് നിങ്ങളുടെ കൃപ. ഈ കൃപയിൽ വർക്കൗട്ട് ചെയ്യാൻ കൃപ വേണ്ടേ? ഇല്ലേ? കൃപ വേണമല്ലോ. ഈ കൃപ ലഭിക്കാൻ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, നിക്ഷേപം വേണം. ഈ കൃപ ലഭിക്കാൻ വേണ്ടിയുള്ള നിക്ഷേപത്തിൽ ഉടമ്പടി കുറേ അധികം എക്സർസൈസുകളുണ്ട് ഉടമ്പടിയിൽ. നിങ്ങളുടെ കൃപാ നിലവാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി
ഈശോ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവൻ, ബേസിക്കായിട്ട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. എൻ്റെ കൽപ്പന എന്ന് പറയണതിൻ്റെ അകത്ത് കുറേ ഉണ്ട്. എന്തൊക്കെയാണ്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്നു, നിനക്ക് ഭക്ഷണം തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. സോ ഇതെല്ലാം ഗ്രേസ് ഫോർമേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സർസൈസുകളാണ്. അപ്പം നിങ്ങൾ പത്രമൊക്കെ വാങ്ങിച്ച് കൊടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം എന്താണ് സംഭവിക്കണമെന്ന്. കാര്യം എന്താണ്? ഒരു രോഗിക്ക് നമ്മളൊരു വസ്ത്രം കൊടുക്കുന്നതിനേക്കാളും ഭയങ്കരമാണ് ഒരു പത്രം വാങ്ങിച്ച് കൊടുക്കണം. എന്താ കാര്യത്തിൽ രണ്ടും രണ്ടാണ്. ഒന്ന് ഈശോനെ കൊടുക്കുകയാണ്, മറ്റത് ഈശോയുടെ വാക്ക് പ്രകാരം നമ്മളെ കൃപ ആർജിക്കാൻ വേണ്ടി ഒരു കൃപാവര പ്രവൃത്തി ചെയ്യാൻ. മറ്റത് പ്രേക്ഷിത പ്രവർത്തനമാണ്. പത്രം കൊടുക്കുന്നത് എന്താണ്? കൃപാവര പ്രവർത്തനമല്ല, എന്താണ്? പ്രേക്ഷിത പ്രവർത്തനമാണ്. എന്താണ്? അത് വിശ്വാസം കൊടുക്കുകയാണ് ആൾക്കാർക്ക്. വസ്ത്രം കൊടുക്കുന്നതും വിശ്വാസം കൊടുക്കുന്നതും തമ്മിൽ, വിശ്വാസം കൊടുത്താൽ അവർക്ക് തന്നെത്താൻ വസ്ത്രം ഉണ്ടാക്കാൻ പറ്റും, വിശ്വാസം കൊടുത്തു കഴിഞ്ഞാൽ. ഇപ്പോൾ മേരി ഗ്രേസിൻ്റെ വിഷയം എന്താണ്? മേരി ഗ്രേസിന് വീണ്ടും വിളിപ്പിക്കും അവർ ഓഫീസിലോട്ട്. എന്നിട്ട് പറയും, മാഡം പ്രിൻസിപ്പൾ പറയും, നീ വേണ്ടത്തെ പോകണം, ലാസ്റ്റ് ഡേറ്റ് നാളെയാണെന്ന് പറയും. അപ്പോൾ ഇവൾ ചിന്തിച്ചില്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, അമ്മ ഇതിൻ്റെ ഇടപെട്ടില്ലായിരിക്കുമോ, ഞാൻ പോകേണ്ടി വരുമോ, പോയേക്കാം അല്ലേ, കഷ്ടപ്പാടായിരിക്കുമല്ലോ എന്നല്ല ചിന്തിച്ചത്. മറിച്ച് മേരി ഗ്രേസ് ചിന്തിച്ചത് എന്താണ്? നോ, ഇവരിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് പറയുന്നില്ലേ ഞാൻ ട്രിവാൻഡ്രത്ത് പോകണമെന്ന്. അവസാനം ഇവരെന്നോട് പറയും, മാതാവ് ഇവരെ കൊണ്ട് പറയിപ്പിക്കും, നീ ട്രിവാൻഡ്രത്ത് പോകണ്ടെന്ന്. അതാണ് വിശ്വാസം എന്ന് പറയണത്. മനസ്സിലായേ? ഇവിടെയാണ് ചില ആൾക്കാർ ബാലികേറാൻ മറിയെന്ന് പറയുന്ന ഇതാണ്. ഇപ്പം ഇവർ അവസാന നിമിഷം വരെ ആ വിഷയം മോശമായിട്ട് തന്നെയാണ് നീങ്ങണത് ഇല്ലേ? ആ വിഷയം അവസാനം വരെ എതിരായിട്ടാണ് നീങ്ങണത്. ഇപ്പോൾ സ്ഥലത്തിൻ്റെ ജപ്തി ഇപ്പം നടക്കും എന്നൊക്കെ പറഞ്ഞ് കയറി. അപ്പം ഇങ്ങനെ അവസാന നിമിഷം വരെ നമ്മൾ വച്ചിരിക്കുന്ന വിഷയം നമുക്ക് എതിരായിട്ടാണ് വരണമെന്നുണ്ടെങ്കിലും നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നല്ല ഞാൻ പറയണത്, നിൽക്കാൻ പറ്റത്തില്ല. കാര്യം അങ്ങനെ ഉറച്ചു നിൽക്കുന്നത് വേറെ ഒരു തരം വിശ്വാസമാണ്, അനോയിൻറ്റഡ് ഫെയ്ത്ത് എന്ന് പറയും. നിങ്ങൾ പറയണം, കർത്താവേ ഈ വിഷയം ഏത് പ്രതികൂല കാലാവസ്ഥയിലേക്ക് പോയാലും അവിടെയെല്ലാം സർവൈവ് ചെയ്യാൻ ആവശ്യമായ ഫെയ്ത്ത്, സർവൈവ്ഡ് ഫെയ്ത്ത് എന്ന് പറയും. സക്കോൾഡ് അതായത് സർവൈവ്ഡ് ഫെയ്ത്ത് എന്ന് പറയണത് നമ്മൾ സെൻറ്റ് പീറ്ററൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. എന്താണത്? അഗ്നി പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം സ്വർണത്തേക്കാൾ വിലയുള്ളതാണ്. ഇപ്പം 1 പത്രോസല്ലേ അല്ലേ? 1 പത്രോസ് 1:7 ഒന്ന് പറഞ്ഞ അഗ്നി പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം സ്വർണത്തേക്കാൾ വിലയുള്ളതാണ്. അപ്പം ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ഈ വിലയുള്ള വിശ്വാസത്തിന് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടി വരും. പറഞ്ഞ മനസ്സിലായ? നമുക്കുള്ളത് സാധാരണ വിശ്വാസമാണ് ഉള്ളത്. ഒരു വല്ല 18 ക്യാരറ്റോ ഒക്കെ ഇരിക്കും. 24 ക്യാരറ്റ് എന്ന് പറയുമ്പോൾ ചെമ്പ് കുറയുകയും സ്വർണം കൂടുകയും തങ്കമായി മാറുകയും ചെയ്യും. തങ്കപ്പെട്ട വിശ്വാസം എന്ന് പറയത്തില്ലേ, അതാണ് സാധനം. അഗ്നി പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം. കാര്യം ചില ആൾക്കാർ അഗ്നി പരീക്ഷകളിലൂടെ പോയാലും വിശ്വാസം ഇതിൻ്റെ അകത്ത് കത്തിച്ചാമ്പരായി പോകത്തില്ല. അഗ്നി പരീക്ഷകളെ എന്താ കാര്യം എന്നാൽ ദൈവം ഈ സ്ഥാനത്ത് നിൽക്കുമ്പോൾ വിശ്വാസിയുടെ ഒരു അതർ എൻഡിൽ നിൽക്കുന്നത് ആരാണ്? ദൈവമല്ലേ. ഈ വിശ്വാസം അഗ്നി പരീക്ഷയെ അതിജീവിച്ച് കഴിയുമ്പോൾ അത് പക്ക ഉടമ്പടിയുടെ ഫലം ചെയ്യും. അതാണ് വിഷയം. ഈ വിശ്വാസം ഇത് ടെക്നിക്കലായിട്ട് സംസാരിക്കുക. നിൻ്റെ വിശ്വാസം അഗ്നി പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ ആ വിശ്വാസം ഉടമ്പടിയുടെ ഫലം ചെയ്യും. എന്താ കാര്യം? സർവൈവ്ഡ് ഫെയ്ത്ത് ആവും. ദാറ്റ് ഈസ് ഫിഡലിറ്റി. ഫിഡലിറ്റി എന്ന് പറയുന്നത് എന്താണ്? വിശ്വസ്തത. അതാണ് വിഷയം. ഇപ്പോൾ ഇവരുടെ മേരി ഗ്രേസിൻ്റെ വിഷയം എന്താണ്? മേരി ഗ്രേസ് ഇപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്നു. അവർ ട്രിവാൻഡ്രത്തേക്ക് പോകാൻ പറയുമ്പോഴും ഇല്ല, അമ്മ എനിക്ക് ഇവിടെ തന്നെ തരും എന്ന് വിശ്വസിക്കുകയാണ്. അതായത് കാര്യങ്ങൾ ഇപ്പോൾ ഡോക്ടർ
ഇപ്പോൾ രോഗത്തെക്കുറിച്ചൊക്കെ ഓരോരോ കാരണങ്ങൾ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ജപ്തി നടപടി ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ചില ആൾക്കാർ നെഞ്ചത്തിലടിക്കുകയും തലകുത്തി മറിയുകയും പ്രാർത്ഥന കുറയ്ക്കുകയും, അല്ലെങ്കിൽ ചില ആൾക്കാർ സ്മോൾ അടിച്ച് കറങ്ങി കിടക്കുകയും, ചില ആൾക്കാർ തന്നെത്താൻ പ്രാകുകയും, അല്ലെങ്കിൽ തൻ്റെ പരാജയമോ ജാള്യതയോ മറച്ചു വെക്കാൻ വേണ്ടി കുറേ ഇൻഡാസുകൾ വേറെ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യും. ഈ തവള വീഴുന്നതുകൊണ്ട് ചുമ്മാ പത ഉണ്ടാക്കണ പോലെ ആ പതയുടെ കത്ത് കയറും തവള ഒളിച്ചുമിരിക്കും വർഷകാലത്ത്. ഇതുപോലെ ഗിമിക്കുകളുണ്ടെന്നും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ സ്ട്രൈറ്റ് ഫോർവേഡ് ഈ കാര്യത്തിൽ സിൻസിയർ ആൻഡ് സീരിയസ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ പകരം വേറെ ഗിമിക്കുകൾക്കൊന്നും സ്ഥാനമില്ല. നീ പറഞ്ഞ കർത്താവേ എനിക്ക് ഈ സിറ്റുവേഷൻ കടന്നു പോകാൻ, ഒന്ന് പറഞ്ഞേ കർത്താവേ എനിക്ക് ഈ സാഹചര്യം കടന്നു പോകാൻ പറ്റുന്ന പരുവത്തിലുള്ള അതിജീവിത വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഇപ്പം എന്താ അച്ഛൻ പറഞ്ഞത്? അതായത് സർവൈവ്ഡ് ഫെയ്ത്ത് ബേസിക്കലി കവനന്റിൻ്റെ ഫലം ചെയ്യണ കാര്യം എന്താണ്? ഉടമ്പടിയുടെ അത് വിശ്വസ്തതയായത് കൊണ്ടാണ്. കാര്യം ഉടമ്പടി നമ്മൾ പ്രകടിപ്പിക്കുന്നത് വിശ്വസ്തതയാണ്. അപ്പോൾ വിശ്വസ്തത എന്ന് പറയണത് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ കാണിക്കേണ്ട ഒരു പരാജയം നടന്നെന്ന് വിചാരിച്ചോ. ഇപ്പം ഈശോ ഒരിക്കലും തോക്കത്തില്ലല്ല. എന്താ തോക്കാത്തത്? ഈശോ തോക്കത്തില്ല. അറ്റനിക്കോസ് യൂദാസിൻ്റെ അടുത്ത് തോറ്റില്ല, പിലാത്തോസിൻ്റെ അടുത്ത് തോറ്റില്ല, ദൈവപിതാവിൻ്റെ അടുത്തും തോറ്റില്ല. എന്താ കാര്യം? അവസാന നിമിഷം വരെ ഈശോ പിതാവിൻ്റെ ഇഷ്ടത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ പോകുന്നത്. പിതാവേ സാധ്യമെങ്കിൽ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. അപ്പോൾ ഈശോ തോറ്റില്ല. പിതാവിൻ്റെ മനസ്സ് നിറവേറ്റാൻ വേണ്ടി ഈശോ തോറ്റു കൊടുക്കുമ്പോൾ സംഭവിക്കണത് എന്താണ്? പിതാവ് ജയിക്കുകയാണ് ചെയ്യണത്. ദൈവവേദന എപ്പോഴും സംഭവിക്കണത് ഈ വിശ്വാസത്തിൻ്റെ ഈ യുദ്ധത്തിൽ നീ തോറ്റാലും നിൻ്റെ ദൈവം ജയിച്ചിരിക്കണം. എന്താ കാര്യം? ദൈവത്തിൻ്റെ വചനം. അത് പൗലോസ് അപ്പോസ്തലൻ പറയും, ഞാൻ മാത്രമേ വിലങ്ങ് വെക്കപ്പെട്ടിട്ടുള്ളൂ, ദൈവവചനത്തിന് വിലങ്ങില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ വിലങ്ങ് വെക്കപ്പെട്ടിട്ടുള്ളൂ ദൈവവചനത്തിന് വിലങ്ങുകളില്ല. ദൈവവചനത്തെ ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റത്തില്ലെന്നാണ്. അതെപ്പോഴായാലും അത് ഫലം പുറപ്പെടുവിക്കും. അതുകൊണ്ട് ഞാൻ പറയും, പ്രഥമ ദൃഷ്ടിയാ നിനക്കിങ്ങനെ കുറച്ച് പരാജയങ്ങൾ ഉണ്ടായിരുന്നു, നിൻ്റെ വിസ വന്നില്ല, അത് വിത്തുകളുണ്ടായിപ്പോയി, നിൻ്റെ കൂട്ടുകാരൊക്കെ കയറിപ്പോയി, നിൻ്റെ സ്ഥലം വിൽക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ജപ്തി ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞാലും ഞാൻ കുലുങ്ങത്തില്ല. എന്താ കാര്യം? ജപ്തിയായി കഴിഞ്ഞാൽ ഈ സ്ഥലം തന്ന ആളുണ്ടല്ലോ, അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. പറഞ്ഞ മനസ്സിലായില്ലേ? നിൻ്റെ വീട് സ്ഥലം ജപ്തിയായിപ്പോയി. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അച്ഛാ ജപ്തിയായി പോയിച്ചാ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഈ സ്ഥലവും തന്ന ആൾ ഉണ്ടാ എന്ന് ചോദിക്കൂ. ഇപ്പോഴും അയ്യോ അയാളൊക്കെ മരിച്ചു പോയില്ലേ? ഞാൻ പറഞ്ഞു അയാൾ മരിച്ചിട്ടില്ല. നിനക്ക് സ്ഥലം തന്ന ആരാണ്? ദൈവം അല്ലേ? അതാണ് സംഭവം, അതാണ് വിഷയം. നിനക്ക് ആ സ്ഥലം തന്ന അയാൾ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ള സാക്ഷിയാണ്, മകൻ വണ്ടി ഇടിച്ച് മരിച്ചു. അപ്പോഴും എന്താ? ആ മകനെ കൊടുത്ത ആൾ ഇപ്പോഴും ജീവിച്ചിരിക്കുകയും. ആരാണ്? ദൈവം. അവർ പറഞ്ഞു നീ ഒന്നുകൂടി പ്രസവിച്ചോളാൻ പറഞ്ഞ്. മറ്റത് ഒരു കാഴ്ചയായിട്ട് ഏറ്റെടുത്ത് ദൈവം. അവർക്ക് വിശ്വാസമുണ്ട്. മകൻ്റെ മരണത്തെ കാഴ്ചയാക്കണമെങ്കിൽ അമ്മയ്ക്കത് വിശ്വാസം ഉണ്ടാകണം. അമ്മയ്ക്ക് വിശ്വാസമില്ലാത്തവരും കാലം മകൻ്റെ മരണം ദുർമരണമാണ്. വിശ്വാസമില്ലാത്ത മാതാപിതാക്കന്മാരുടെ മക്കളുടെ മരണം ദുർമരണമാണ്. ദുർമരണമാകണം എങ്ങനെയാണ്? അവർക്ക് അതിൻ്റെ അകത്ത് വിശ്വാസമില്ല. അവരുടെ മകൻ വണ്ടി ഇടിച്ചാൽ മരിച്ചത്, 21 വയസ്സുള്ള മകൻ. പക്ഷെ അത് ദുർമരണമല്ല. എന്താ കാര്യം? അവിടെ അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. വിശ്വാസമില്ലാത്ത മാതാപിതാക്കന്മാരുടെ മക്കൾ മരിക്കുമ്പോൾ അത് ദുർമരണമായി പോകും. കാര്യം എന്താണ്? അത് കാഴ്ചയായി ദൈവം സ്വീകരിക്കണില്ല. വിശ്വാസമുള്ളവൻ്റെ സകന ബലി ദൈവം കാഴ്ചയായി സ്വീകരിക്കും. അപ്പം അത് എന്ത് വരണമാണത്? അതിലൂടെ കൃപയാനം കിട്ടണത്. ഇത് തിരിച്ച് മനസ്സിലാക്കണം നമ്മൾ. ആ ചേട്ടത്തി ഒരു മകൻ മരിച്ചിട്ടും 1 മണിക്കൂർ രാത്രി 1 മണി രാത്രി വരെയാണ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, ഭാര്യയും ഭർത്താവും കൂടി. അങ്ങനെ മകൻ മരിച്ചിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. വേറെ അവരെ കുർബാനക്കും പോകത്തില്ല, പള്ളിയിലും പോകത്തില്ല. എന്താ കാര്യം? എന്താ പ്രശ്നം? അത് എൻ്റെ അനിയൻ മരിച്ച കാരണം
എൻ്റെ ആങ്ങള ഇപ്പം ദൈവവിശ്വാസമില്ല. ഞാൻ പറഞ്ഞു അവനെ തല്ലിക്കൊല്ലാൻ പറഞ്ഞു. എന്താ കാര്യം? അവനെ ട്രെയിൻ ചെയ്തിരിക്കുന്ന സച്ച് എ വേ. എൻ്റെ അനുജൻ മരിച്ചത് കാരണം എൻ്റെ ചേട്ട ആ പെണ്ണണ വന്ന് സംസാരിക്കണം. എൻ്റെ അനുജൻ ആങ്ങളെയാണ്. കുഞ്ഞാങ്ങള മരിച്ചത് കാരണം എൻ്റെ ചേട്ടന് ഇപ്പം വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു അവനെ തല്ലിക്കൊല്ലണമെന്ന് പറഞ്ഞു. സ്നേഹത്തോടെയാണ് ഞാൻ അവളോട് പറഞ്ഞത്, ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞത്. പക്ഷേ എന്താ പ്രശ്നം, ഞാൻ ഇങ്ങനെ നെഗറ്റീവ് എപ്പോഴും പറയത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ പോസിറ്റീവ് നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ അതിനെ ആക്കി പറയണതല്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസമില്ലാത്തവന് അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. വിശ്വാസമുള്ളവൻ അത് സുരഭില ബലിയായി ദൈവത്തിനു സമർപ്പിച്ചു. എന്താ കാര്യം? നമുക്ക് മുമ്പേ പോയവൻ നമ്മുടെ മൂത്തച്ചേട്ടൻ അങ്ങനെയാണ് ചെയ്തത്. മൂത്തച്ചേട്ടൻ അങ്ങനെയാണ് ചെയ്തത്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അത് സുരഭില യാഗമാക്കി മാറ്റിയത്. അതുകൊണ്ട് എന്ത് ചെയ്ത്? അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. അവൻ്റെ നാമം കേൾക്കുന്ന മാത്രമേ താഴെ പാതാളത്തിലും ഭൂസ്വർഗങ്ങളുമുള്ള എല്ലാ ജീവജാലങ്ങളും മുഴങ്കാലും അടക്കേണ്ടിയിരിക്കും. ദൈവമൈതലേ, നിന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടി ദൈവം നിന്നെ താഴ്ത്തുമ്പോൾ താഴ്ചയെ നീ മനസ്സിലാക്കണത് പരിശുദ്ധാത്മാവിനല്ലെങ്കിൽ പിന്നെ നീ ക്രിസ്ത്യാനിയായി തുടരുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഫിലിപ്പിയൻസിൻ്റെ 4:6 അവൻ പ്രകൃത്യാ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല. അവൻ തന്നെ താഴ്ത്തി മരണത്തോളം കുരിശുമരണത്തോളം. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടുത്തേക്ക് നൽകി.